ചേട്ടാ സുമത്തിന് കാണാനില്ല. ഇല്ല, കാണാനില്ല. അമ്പലത്തിലൊക്കെ നോക്കി. നീ പിടിക്കോ. ആ ഗൗരിന്റെ മോളോ? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. ഒന്നുകൂടി ചെയ്തു തീർക്കാനുണ്ട്. അതുവരെ എനിക്കിവിടെ താമസിച്ചെങ്കിലേ പറ്റൂ. ദൈവമേ, എന്റെ മോളെ കണ്ടോ മോനെ? അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിച്ചു, ഒരു എത്തും പിടിയില്ല. എന്റെ ഗുരുവായൂരപ്പ, എന്റെ മോൾ അവിടെ പോയാവോ? ഒരിക്കലും തിരിച്ചു വരില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് അച്ഛൻ തിരിച്ചു വന്നത് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? സുമത്തിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? പറയൂ. അത് കൊന്നോ? സ്വന്തം ഭാര്യയെ കൊന്നൊരാൾക്ക് അതിനും മടിയുണ്ടാവില്ല. ഇതിലെന്തോ ചതിയുണ്ട്. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നീ ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ. എനിക്ക് വേദനൊന്നും കേൾക്കണ്ട. അവൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? എവിടെ പോയിരുന്നു? ഞാൻ നടക്കാൻ പോയതായിരുന്നു. നടക്കാൻ പോകുന്നത് രാത്രിയിലാണോ? അതിന് നേരം വല്ലതുമുണ്ടോ? ഇന്ന് കുറച്ച് നേരത്തെ പോയി, താമസിച്ചു വന്നു അല്ലേ? അച്ഛനെന്ന് പറയാൻ ലജ്ജ തോന്നുന്നു. ഗൗരിയമ്മ സുമത്തിന് അവസാനമായി കണ്ടത് എപ്പോഴാണ്? ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരത്ത്. ഒരു മുറിയിലാണോ കിടക്കുന്നത്? അല്ല, തൊട്ട് മുറിയിലെ കിടക്കാറുള്ളത്. സുമത്തിനെ കാണാനില്ലെന്ന് എപ്പോ മനസ്സിലായി? രാവിലെ നോക്കിയപ്പോ കണ്ടില്ല. എപ്പോ? ഞാൻ എണീറ്റ് വരുമ്പോ സാധാരണ അവൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഇന്ന് എണീറ്റപ്പോ അവളെ കണ്ടില്ല. സുമത്തിന് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നോ? പറയണം. സുമത്തിന് ഇഷ്ടമല്ലായിരുന്നോ? സത്യം പറയണം. എന്തായാലും നടന്നത്? ഞാൻ പറയാം. ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ ഒരു പഴയ കഥ സാറിനോട് പറയണമെന്ന് മാത്രമേ അവൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അതിന് നിങ്ങൾ അവളെ സമ്മതിച്ചില്ല. എന്താ അത്? ഇന്ന് സാറിന്റെ നാട്ടിൽ തന്നെയായിരുന്നു താമസം. അവിടെ വെച്ച് നടുറോട്ടിലിട്ടോർത്ത് എന്റെ ഭർത്താവിനെ കുത്തിക്കൊന്നു. ആ കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരു ഇൻസ്പെക്ടർ അവിടെ വന്നു. മുതൽ അവൾ മൂടിയായിരുന്നു. നാട്ടിൽ പലരും അതറിഞ്ഞു. മാനക്കേടായി. അയാൾ വീണ്ടും ശല്യപ്പെടുത്തുമെന്ന് നില വന്നു. അന്ന് ഞാൻ ഈ പിള്ളേരും കൊണ്ട് നാട് വിട്ടതാണ്. പിന്നെ കണ്ടോ? കുറച്ചു ദിവസം മുമ്പ് ഈ വഴി കാറിൽ പോകുന്ന കണ്ടു. സർ, ഇത് മൂന്നാമത്തെ തവണയാണ്. ഡിപ്പാർട്ട്മെന്റ് കറങ്ങാമല്ലേ മിസ്റ്റർ രമേശ്? എനിക്ക് 2 ദിവസം സമയം കൂടെ തരണം. എനിക്ക് അഴിച്ചോടൊന്നും പറയാൻ കഴിയുന്നില്ല. പത്രക്കാർ വെച്ച് ഡിപ്പാർട്ട്മെന്റ് പുച്ഛിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു. സർ, പ്ലീസ് വെയിറ്റ് 2 more days. സർ, ഒരിക്കൽ പിഴച്ചവളായ അല്ല, ഒരു സബ് ഇൻസ്പെക്ടറാൽ പിഴപ്പിക്കപ്പെട്ടവളായ ഒരുവൾ തന്റെ മരുമകളാകരുത് എന്ന ഉദ്ദേശത്തോടുകൂടി സുമത്തിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതോ കൊന്നോ? സത്യമായി എനിക്കൊന്നും അറിയില്ല. പല അവസരങ്ങളും തന്നു കഴിഞ്ഞു. ഇനി ഞാൻ അല്പം കൂടി തന്ത്രവും ബുദ്ധിയും കാണിക്കും മോനെ. അച്ഛനും മോനും ഒക്കെ വീട്ടിൽ. ഇത് പോലീസ് സ്റ്റേഷനാണ്.
ഈ നാട്ടിലെ ഏതൊരു പൗരനും ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്നതും സഹായം ലഭിക്കാവുന്നതുമായ ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. നിർഭാഗ്യവശാൽ സമ്പന്നർക്കേ ഇവിടെ ഉതകുന്നുള്ളൂ. തത്വശാസ്ത്രം പ്രസംഗിക്കാനല്ല പറഞ്ഞത്, സത്യത്തിലൂടെ എന്താ നടന്നത് പറഞ്ഞാൽ മതി. കോടതിയുടെയും നിയമത്തിന്റെയും പിന്നാലെ നീതിക്ക് വേണ്ടി ബഹുദൂരം നടന്നവനാണ് ഞാൻ. പക്ഷേ അച്ഛന്റെ ഈ വക എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല. സ്വന്തം മകന്റെ ഭാവി പോലും അപകടത്തിലാവുന്നു. 40 പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, ഒരു ചുമ കിട്ടുന്നില്ലല്ലോ. സബ് ഇൻസ്പെക്ടർ ഹിയർ. എവിടെ? കേട്ടില്ലോ. എവിടെ സ്ഥലം? ഞാൻ വന്നു. എല്ലാം നശിച്ചു മോനെ, എല്ലാം. നമ്മുടെ സുമ അവള് പോയി മോനെ. കരയരുതമ്മേ, അമ്മ കരയരുത്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. സുമത്തിനെ കൊന്ന ആരാണെന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നിന്നെ കൊല്ലും ഞാൻ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. അയ്യോ, എന്നെ കൊല്ലരുത്. ഞാൻ പറയാം.
കീറലും മുറിവുണ്ട്. ഇവിടെ എന്ത് നടന്നാലെന്താ? ഒന്നിനും തെളിവുകളില്ലല്ലോ. 5-4 ബ്ലൗസ് കീറിയിട്ടുണ്ട്.
ഭാര്യയെ കൊന്ന് തട്ടിക്കൊണ്ടുപോയ പണം കൊണ്ട് നീ മുതലാളിയായി. എന്നിട്ട് എനിക്കെതിരെ നീ കരുക്കൾ നിൽക്കുന്നു അല്ലേ? എടാ, നീയൊക്കെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇവനെ കൊല്ലാൻ ഞാനാണ്. നീ മാറി നിൽക്ക. എടാ, ഇവന്റെ അമ്മയെ കൊന്ന് ആരാണെന്ന് പറയടാ. പറയടാ. ഇനി നീ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. നിന്റെ അമ്മയെ കൊന്നതിനല്ല, അവളുടെ ഘാതകനെ കൊന്നതിന്. അച്ഛനെ ഞാൻ ഇതുവരെ തെറ്റിദ്ധരിച്ചു. ക്ഷമിക്കൂ.